ലഹരിയാണ് വില്ലനായത് എന്നാണ് മാതൃ സഹോദരി പറയുന്നത്. ഇപ്പോൾ ഈ അരവിന്ദ് കൊലപാതകം നടത്തിയതിന് ശേഷം ആദ്യമായി അടുത്ത വീട്ടിലാണ് ചെന്ന് പറഞ്ഞത്. ആ അടുത്ത വീട്ടിലെ വ്യക്തി എന്താണ് അനൂപ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കും. ആരാണ്ട് വിളിക്കുന്ന പോലെ ഇത് കേട്ടിട്ടാണ് ഞാനിപ്പോൾ കഥ പറഞ്ഞത്. അത് വന്നപ്പോഴത്തേനും ഒരു മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോലീസുകാരെ വിളിക്കണം, പള്ളിക്കൽ സ്റ്റേഷനോട് വിളിക്കണം. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരെയാണ് കൊന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതുപോലെ എൻ്റെ തള്ളയാന്ന് പറഞ്ഞു. അന്നേരത്തേനും ഇവർ വീട്ടുകാരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് കഥ അടച്ചു. എൻ്റെ കൈ വാക്കത്തി ഉണ്ടായിരുന്നു, ബ്ലഡ് ഷട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്ന് കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പോലീസ് സ്റ്റേഷനോട്ട് പറയുന്ന പോലെ സംഭവം, അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇവൻ്റെ കയ്യിൽ ബ്ലഡൊക്കെ ഉണ്ട്, കയ്യിൽ വാക്കത്തി ഉണ്ടോ. അതനുസരിച്ച് ബാബുചേട്ടന് മെമ്പറെ പോലീസുകാരോട് പറയുകയും അവരിവിടെ എത്തുമായിരുന്നില്ല. അതിന് മുമ്പ് ഞാൻ നമ്മുടെ 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞ പോലെ ഇതുപോലെ സംഭവമുണ്ട്, അപ്പം എനിക്ക് പുറത്തിറങ്ങാൻ മേല, ഇവനെ ഈ ആയുധമായിട്ടാണ് നടക്കുന്നത്, അപ്പം ഏത് അവസ്ഥയാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും പിന്നെ പോലീസുകാരും വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോയി സംഭവ സ്ഥലത്തോട്ട് പോകുന്നത്. അയൽവാസിയായ അനൂപിന്റെ പ്രതികരണമാണ് കണ്ടത്. ലഹരി തന്നെയാണ് ഇവിടെ വില്ലൻ.